വീടെല്ലാം ഫുൾ വൃത്തിയാക്കി ഇട്ടിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയത് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ വീട് കിടന്ന കോലം കാണണം. നമ്മുടെ ഡോബി തറയൊക്കെ നല്ല വൃത്തിയാക്കുമെങ്കിലും മുകളിലുള്ള വലയും മാറാലയും പൊടിയും ഒക്കെ ആര് വൃത്തിയാക്കും? അത് നമ്മുടെ പണി തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എന്നും തൂപ്പും തുടപ്പമൊക്കെ ഉണ്ട്. എന്നിട്ടിരിക്കുന്ന വലയും പൊടിയും നോക്കിയേ. വല്ലപ്പോഴും ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, അന്ന് എൻ്റെ പണി പാളും. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് വീട് ഫുൾ വൃത്തിയാക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നോട്ട് സഹായിക്കാൻ ആരും ഉണ്ടാവത്തുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ നടു ഒടിയാണ്ട് പണിയെടുക്കാനായിട്ട് ഞാൻ ജേഗോഡിനെ കോൺടാക്ട് ചെയ്തു. അവരിതേ വന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം കേട്ടോ. സത്യം പറയാലോ, ഞാൻ വൃത്തിയാക്കിയാൽ പോലും ഇത്രയും വൃത്തിക്ക് ചെയ്യത്തില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് എത്ര ഡീപ്പ് ക്ലീൻ ചെയ്താലും നമ്മുടെ കയ്യും കാലും എത്താത്ത സ്ഥലങ്ങൾ പലതും ഉണ്ട്. അത് നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടേക്കും കേട്ടോ. പക്ഷേ ഈ ജേഗോഡിൻ്റെ കയ്യും കാലും അവിടം വരെ എത്തും കേട്ടോ. ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയ കേട്ടോ. അത്രയ്ക്ക് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ വൃത്തിയാക്കിയാൽ പോലും ഇത്രയും വൃത്തിയാവില്ല. തറ ഓക്കെ, എനിക്ക് എൻ്റെ ഡോബി നീറ്റാക്കി തരും. പക്ഷേ ഈ മാറാലയും വലയും പൊടിയും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും ഉണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ വീടിനെ എനിക്ക് പുതിയതുപോലെ ജേഗോഡാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനേ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യും കാലും എത്താത്ത സ്ഥലത്ത് വരെ അവരുടെ കയ്യും കാലും എത്തുമെന്ന്. പാല് കാച്ച് കഴിഞ്ഞിട്ട് ആ ഡ്രോയറൊന്നും തുറന്നിട്ട് പോലും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ തുറക്കുന്ന സ്ഥലം വരെ അവർ തുറന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു പുച്ഛം തോന്നി. ഞാൻ എന്തായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കുറേ നാളായിട്ട് കരുതാണ് ഈ എക്സോസ്റ്റ് ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. എന്നെ കൊണ്ട് കൈയെത്തത്തില്ല, പറ്റത്തില്ല. അതുകൊണ്ടത് അങ്ങനെ വെച്ചിരുന്നു. പക്ഷെ അവർ ക്ലീൻ ചെയ്തിരുന്നു. ദേ ടോയ്ലറ്റ് നോക്കിയേ. ഞാൻ തറയും ചുവരും മാത്രമേ കഴുകാറുള്ളൂ കേട്ടോ. ഇങ്ങോട്ടൊന്നും വലയടിക്കും വല്ലപ്പോഴും എന്നല്ലാണ്ട് ഇങ്ങനെ ഒന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറില്ല. അവർ ചുവര് വരെ തുളച്ച് തന്നു കേട്ടോ. എനിക്ക് സന്തോഷമായി, സംതൃപ്തിയായി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവർ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതിനെ കാട്ടി വിളിച്ച് സംസാരിച്ചാലാണ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആട്ടോ. വിളിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജേഗോഡിനെ വിളിച്ചതുപോലെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിൽ വിളിക്കാണ്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിവേ, അവരുടെ സർവീസിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അത്രയും നീറ്റായിട്ട് ഇത് ബെഡൊക്കെ നോക്കി എടുത്തിട്ട് വാക്യൂമൊക്കെ ചെയ്യുന്നുണ്ട്. ബെഡായാലും തറയായാലും ഒക്കെ വാക്യൂം ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഫ്ലോറൊക്കെ നമ്മുടെ ഡോബി വർക്ക് ചെയ്യുന്നതിലുപരി ഇപ്പം നോക്കുമ്പോൾ പളപള തിളങ്ങുന്നുണ്ട്. മിററൊക്കെ അടിപൊളി ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ കിട്ടില്ലായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ വീട് കംപ്ലീറ്റ് വലയടിച്ച് പൊടി തുടച്ച്, എനിക്കറിയില്ല, ബെഡ്, ടേബിള്, ചെയറ്, എല്ലാ സാധനങ്ങളും വലിച്ച് വാരിയിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾ കേരള ജേഗോഡിന് സർവീസ് അവൈലബിൾ ആണേ.